ഹലോ ഗായ്സ്, എൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങളിത് രാവിലെ തന്നെ വന്ന് പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി. ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും എൻ്റെ കൊളീഗ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതേ പിന്നെ അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സാണ് കേട്ടോ, സൂര്യ രമ്യ ചേച്ചിയും. അതിനുശേഷം മാഡം വന്ന് വിളക്കൊക്കെ കൊളുത്തി ഒഫീഷ്യലി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം തിരുവാരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഗൈസ്. ഓഫീസിലെല്ലാം ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഊഞ്ഞാലാടുന്ന പരിപാടിയിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ ജിഷ്ണു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യനാണ്, എൻ്റെ ഒരു അനിയനും കൂടിയാണ്. പിന്നെ ഞാനും കുറച്ച് നേരം ഒന്ന് ഊഞ്ഞാലൊക്കെ ആടിയ ശേഷം അടുത്ത കലാപരിപാടികളാണ് കേട്ടോ. നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക പരിപാടിയില്ലേ, മേഡംസൊക്കെ ആയിരുന്നു ആദ്യം. ഫസ്റ്റ് സെക്ഷൻ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളായിരുന്നു കേട്ടോ സെക്കൻഡ് സെക്ഷൻ. അങ്ങനെ അതൊക്കെ ഗംഭീരമായിട്ടും നല്ല സ്വാദിഷ്ടമായിട്ടും നടത്തി കഴിഞ്ഞു. അതിനുശേഷം ആണുങ്ങളുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ പരിപാടിയായിരുന്നു. അതിനുശേഷം അടുത്ത കളിയായിട്ട് നമ്മൾ ക്യാറ്റ് വാക്കില്ലേ, നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു കേട്ടോ. ആദ്യം രമേശ് ആയിരുന്നു, ഞാനായിരുന്നു. ഗേൾസിൻ്റെ ക്യാറ്റ് വാക്കിന് ശേഷം ബോയ്സിൻ്റെ ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ റാഷി സാറാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. എനിക്ക് ഡാൻസ് പഠിച്ചുകൊണ്ട് പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കിട്ടി. എനിക്ക് സാറിനായിരുന്നു ഫസ്റ്റ്, സെക്കൻഡ് രമ്യേച്ചിക്കും. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. സദ്യയായിരുന്നു കേട്ടോ. ഓരോ കറികളായിട്ട് ഇലയിലേക്ക് വിളമ്പി. ഇതാണ് കേട്ടോ ക്രിസ്റ്റോണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അണ്ണനാണ്. പിന്നെ നമ്മുടെ സ്വന്തം സുരേഷനൊപ്പം ഉണ്ട്. ഇതാണ് കേട്ടോ ബിനോയ് ചേട്ടാ. പിന്നെ എൻ്റെ സ്വന്തം കസിനായ രമ്യ ചേച്ചി, പിന്നെ നിസാമിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.